എന്തോരം നേരായി നിന്നെ വിളിക്കണോ? നീ എന്ത് ചെയ്യവിടെ? ഇന്നത്തെ ദിവസേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. അതിന്റെ സന്തോഷത്തിലാ ഞാൻ. ആഹാ, എന്താ കാര്യം? കേട്ടാ നീ ഇനി എന്താ കാര്യമെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോ നീ പറയാ എന്റെ സ്വാർത്ഥതയാണെന്ന്. ഇനിയിപ്പൊ നീ അങ്ങനെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ കാര്യം എന്താ പറ. നിനക്കറിയോ, ഏതൊരു സ്ത്രീ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഏതാണെന്ന് നിനക്കറിയോ? അത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചന്ദനമഴ, പരസ്പരം, അതൊക്കെ തന്നെ. ഓ എന്റെ സുമിത്ര, ഈ സീരിയൽ കാണുന്ന കാര്യമല്ല പറഞ്ഞത്. അല്ലേലും പുതിയ പുതിയ വാർത്തകൾ കാരണേ ചില പെണ്ണുങ്ങളുടെ സ്വഭാവമൊക്കെ മാറിയിരിക്കുന്നു. വാർത്ത കാണാനൊക്കെ തുടങ്ങിയിട്ട് പെണ്ണുങ്ങള്. ഇന്നാള് ഞാനേ ഒരു ഇത്തിരി ചിരട്ട വാങ്ങാൻ വേണ്ടിട്ടേ നമ്മുടെ അഷറഫിന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാഴ്ച എന്താന്നറിയോ? അങ്ങേരുടെ ഭാര്യ മോളിരുന്നിട്ടേ വാർത്ത കാണുക. അതിനിപ്പോ എന്താ സുമിത്രേ, അതൊരു നല്ല കാര്യല്ലേ? എനിക്കത് കണ്ടപ്പോ ഭയങ്കര കൗതുകം തോന്നിയത്. എന്നാ മറ്റേ ചാനലുണ്ടല്ലോ, അമ്മായിമ്മ എന്ന് പറഞ്ഞ സീരിയലാ, എന്നിട്ടും വാർത്ത കാണാടി. എന്റെ പൊന്നു സുമിത്രേ, ഞാൻ പറഞ്ഞു വരുന്നേ അതല്ലടി. പിന്നെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം സാരി, സ്വർണം, പിന്നെ മസാല ദോശ, കുന്തം. എടി ഞാൻ അതൊന്നും അല്ല പറയുന്നത്. പിന്നെന്താ നീ പറഞ്ഞു വരണേ? സ്ത്രീകളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നല്ലൊരു ഭർത്താവ്, മക്കള്, പിന്നെ സ്വന്തമായിട്ടൊരു വീട്. അങ്ങനെ നിനക്ക് നല്ല ഭർത്താവിന് തന്നെയല്ലേ കിട്ടിയത്? പ്രാഞ്ചിക്ക് എന്താ ഒരു കുഴപ്പം? പ്രാഞ്ചേട്ടിന് കുഴപ്പമൊന്നുമില്ലടി. കർത്താവ് സഹായിച്ചിട്ട് നല്ലൊരു ഭർത്താവിനെയും നല്ലൊരു മോനെയും എനിക്ക് കിട്ടി. പക്ഷേ അങ്ങനെയല്ലേ, സ്വന്തമായിട്ടൊരു വീടില്ലേ? അതല്ലേ സുമിത്ര ഏറ്റവും ആവശ്യം. ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ ഇവിടെ തനിച്ചല്ലല്ലോ. ആലിസേച്ചില്ലേ? ഏയ്, ആലീസേച്ചി പ്രശ്നമൊന്നുമില്ലടി. എന്നാലും എല്ലാവർക്കും ഉണ്ടാവില്ലടി സ്വന്തം ഭർത്താവും കുട്ടികളോട് തനിച്ചൊരു ലോകം. ആ ലോകം ഇന്ന് എന്റെ മുമ്പിൽ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ആലിസും കുരുമി പോയാ? എന്തുണ്ടായേ? വഴക്കിട്ട് പോയത്? വഴക്കിട്ടൊന്നുമല്ലടി, അവര് കുമ്പളങ്ങി വരെ പോയതാ. അതിപ്പോ നീ ഇടയ്ക്കിടയ്ക്ക് പോവാറല്ലേ വേലൂർക്ക്? അത് മാത്രല്ലടി സുമിത്രേ, ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ ആലീസേച്ചി പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തനിച്ചാവും. പ്രാഞ്ചേട്ടനാണെങ്കിൽ കടയിലും പോവും. പക്ഷെ പ്രാഞ്ചേട്ടൻ ഇന്ന് ഇവിടെ ഉണ്ടടി. അപ്പൊ അത് ശരി, ഞാൻ വന്നൊരു ശല്യയില്ലേ? ഏയ്, ഞങ്ങൾ എന്താ കൊച്ചു കുട്ടികളാണോ ഇവിടെ സിനിമ പാട്ടും പാടി കളിച്ചിരിക്കാൻ? ഒന്ന് പോടിയോടുന്നു. ഇന്ന് എനിക്ക് എന്റെ പ്രാഞ്ചേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതിന് എന്താ പറയാ, ഞാൻ അതിന്റെ ഒരു എന്താ അതിന് പറയാ? പ്രൈവസി. പ്രൈവസി, ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഒരു ഒപ്താമോളജിയില്ലേ? നിനക്ക് ഈ വാക്കൊക്കെ എവിടുന്ന് കിട്ടുന്നടി? മോള് +2 കഴിഞ്ഞേ. അപ്പൊ ഇനി ചേരേണ്ട കോഴ്സുകളെ കുറിച്ചൊരു ചർച്ചയാണേ. അവളുടെ വായിന്ന് കിട്ടിയതാ. അതിന് ഒപ്റ്റോമെട്രി അങ്ങനെ എന്തല്ലേ പറയുന്നേ? അതങ്ങനെ എങ്ങാണ്ടൊക്കെയാണ്. എന്നിട്ട് പ്രാഞ്ചിയുടെ പ്രാഞ്ചിയുടെ ഇളയപ്പന്റെ എന്താ പ്രശ്നം തീർക്കാൻ പോയിരിക്കുക. ഇങ്ങനെ ഒരു ദിവസം ഇളയപ്പന്റെ കൂടെ നടക്കാനുള്ളതാ? വിളിക്കടി. വരൂടി ഇപ്പൊ. എന്നാ ശരി, ഞാൻ നിക്കണില്ല. വെറുതെ എന്തിനടി സ്വർഗത്തില് കട്ടുറുമ്പാവണേ? നീ നിക്കടി. ഇല്ലടി, നിങ്ങൾ തകർക്ക്. ഇവിടെ ഒരു കാര്യം. എന്റെ ഉക്രു നിനക്കൊന്ന് മിണ്ടി പറഞ്ഞിട്ട് വരാൻ പാടില്ല. മനുഷ്യനെ പേടിപ്പിച്ചാന്നല്ല. എന്നാണാവോ ഇനി അടികൊണ്ട് നേറാൻ പോകുന്നത്? കഴിഞ്ഞോ? ഇനി എനിക്ക് പറയാനുള്ളതും കേക്കോ? അമ്പോ, നാഗ ഗൗരവത്തിലാണല്ലോ. എന്ത് പറ്റിയടാ? വല്ല പെൺകുട്ടികളും ചരിച്ചോ? നിങ്ങൾക്ക് വല്ല ചാനലേ ഏങ്കറാകുമ്പോ കൂടെ അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കില്ല. നീ പറഞ്ഞോടാ, ഞങ്ങ കേട്ടോളാം. ഞാൻ നിങ്ങളാരാ? ഞങ്ങളുടെ അനിയൻ. എന്തൊക്കെ ചിരിക്കണ്? എന്റെ അവസ്ഥ ഒന്ന് അറിഞ്ഞിട്ട് ഒന്ന് സഹായിച്ചൂടെ? എടാ എന്താടാ? വീട്ടിലൊക്കെ പ്രശ്നമാണ്. അത് പതിവുള്ളതല്ലേടാ? ഇതങ്ങനെ പതിവുള്ളല്ലാന്ന്. പതിവായണ്ടല്ലോ, ആകെ അലമ്പാവും. അപ്പനും അമ്മയും വഴക്ക്, അതല്ലേ സംഗതി? അതെ. എടാ അതും പതിവല്ലേടാ? അതെ, പക്ഷെ ഇതതുപോലത്തെ അല്ലാന്ന്.
പിന്നെ ഇതാകെ സീരിയസ് ആട്ടാ, ഇടപെട്ടില്ലെങ്കിൽ അലമ്പാവും. എന്താടാ അപ്പൊ നിങ്ങൾ തല്ലിയ? സാമ്പത്തികം അതൊക്കെ സ്ഥിരം വിഷയങ്ങളല്ലേ, ഇതൊന്നും അല്ല. എടാ നീ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞിട്ടെ. അത് ഞാൻ നിങ്ങളോട് എങ്ങനെ പറയാ? ഓ എന്റെ ഉക്കുറു നീ പറഞ്ഞാലല്ലേ ഞങ്ങക്ക് മനസ്സിലാവത്തുള്ളൂ. പ്രേമം. ഹാ, അങ്ങനെ വഴിക്ക് വാ ചേച്ചിയെ. ഇവൻ കാരണം അപ്പനും അമ്മയും തല്ല്. എടാ നിനക്ക് നാണം ഉണ്ടോടാ ഇങ്ങനെ പ്രേമിച്ചു കിടക്കാൻ? ഉക്രു, ഈ വയസ്സുകാലത്ത് നീ അവരെ വിഷമിക്കാനാണ് പ്ലാനെങ്കിൽ കൊല്ലും നിന്നെ. ഒലക്ക, എനിക്കല്ല ഏ? ആ, കോപ്പ്, എന്റെ പ്രേമല്ലാന്ന്. പിന്നെ ആ പിടികിട്ടി. ഇളയപ്പനാ രണ്ടിനോടും പ്രേമം. ഇളയമ്മക്ക് സംശയം അവിടെ ആകെ ഇടി. അതല്ലേ നിന്റെ പ്രശ്നം? ഞാൻ ആദ്യം വന്നപ്പോ തന്നെ എന്താ പറഞ്ഞേ? ഈ വിഷയം ആദ്യമായിട്ടാണ്, റയർ കേസാന്നല്ലേ. ഇവിടെ കഥാപാത്രം ആരാന്നറിയോ? അമ്മച്ചി. ആ, പോടാ അവിടെ നിന്ന്. കാര്യായിട്ട് ഒരു ആരോടാടാ? പട്ടാളക്കാരനോട്. ഈശോയേ, എന്റെ മാതാവേ. ഓരോരുത്തർ ഓരോന്ന് പറയണ അങ്ങോട്ട് കേട്ടിട്ട് വെള്ളം തൊടാതെ അങ്ങോട്ട് വിഴിഞ്ഞ ഇളയമ്മയ്ക്ക് അത് ഈ പ്രായത്തില്. ഞങ്ങളും അത് തന്നെയാ പറയുന്നത്. അത് ഉക്രുവിന്റെ പുതിയ നമ്പർ ആവുന്നേ. പിന്നെ എന്ത് നമ്പര്? ഇളയമ്മനെ പറ്റി അപവാദം പറഞ്ഞിട്ട് അവൻ എന്ത് കിട്ടാനാണ് ഒരു ചേട്ടാ? കുരുട്ട് ബുദ്ധി അവന്. നമ്മള് മനസ്സിൽ കാണുമ്പോഴേ അവൻ മാനത്ത് കാണും. ഇളയമോടെ അവൻ കാശ് വെച്ചിണ്ടാവും, ഇളയമ കൊടുത്തിണ്ടാവില്ല. അതിന്റെ വാശി തീർക്കാൻ ഇളയമേനെ ഓരോന്ന് പറയാത്ര തന്നെ. ഇളയപ്പനാണല്ലോ. കണ്ട, ഈ രാത്രി ടോർച്ച് അടിച്ച് വരേണ്ട വല്ല ആവശ്യമില്ല. എങ്ങനെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിൽ കേൾക്കണേ സ്വസ്ഥ ഉണ്ടാവില്ല. ഒന്നും പറയാൻ നിൽക്കണ്ടാ. ശരി. എന്താ ഇവിടെ ഒച്ചയും ബഹളൊന്നും ഇല്ലേ കിടാങ്ങളാടാ? അകത്തുണ്ട്. അല്ല ഇളയപ്പനെന്താ ഈ നേരം? എനിക്കിവിടെ വരാൻ നേരം സമയം നോക്കണടാ. എന്റെ കോരച്ചേട്ടന്റെ വീടല്ലേ. ഇതെന്തത്? എന്തത്? ഇളയപ്പാ, ഇളയമ്മ ഉക്രും തമ്മിൽ വഴക്കുണ്ടായ? ഒന്നുമില്ലടാ കിടാങ്ങളെ. എന്താ കാര്യം? ഇളയപ്പാ, എന്താ കാര്യം? ഉക്രുവിനെ പറഞ്ഞയച്ചത് ഞാനാ. എനിക്ക് നേരിട്ട് പറയാനുള്ള മടി കൊണ്ടാ ഞാൻ ഉക്രുവിനോട് പറഞ്ഞയച്ചത്. അത് ശരി. ഇളയപ്പൻ എന്തുട്ടാ ഈ പറഞ്ഞേ? ഈ പ്രായത്തിലെ ഇളയമ്മ എന്ത് പ്രായം? ഇപ്പോഴത്തെ കാലത്ത് പ്രായത്തിന് ആരെങ്കിലും ബഹുമാനിക്കണ്ടേ? 22-കാരിയാണെന്ന് അവളുടെ വിചാരം. ഇളയപ്പാ, എന്താ സംഗതി ഉണ്ടായേ? അവളൊരു പശുവിനെ വളർത്തുന്ന കാര്യം നിനക്കറിയാലോ. അതിന്റെ പാല് മേടിച്ചൊരു മിലിറ്ററിക്കാരൻ ഇവിടെ വരാറുണ്ട്. പണ്ട് ഇവിടെ പെണ്ണ് കാണാൻ വന്നവനാണത്രേ. അയാളുടെ പേരും തൊട്ട് പൗലോസ് എന്നാ എന്തൊക്കെയാണ്. എന്നിട്ട് എന്തുകൊണ്ടാ അവള് തമ്മിൽ പ്രേമം? കുന്താണ്. ഇതൊക്കെ ഇളയപ്പന് ഓരോന്ന് തോന്നുന്നു. ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ നാട്ടുകാരോട് വിളിച്ച് പറയൂടാ. ഇളയപ്പാ, ഇത് പ്രേമാണെന്നുള്ളതിന് എന്താ തെളിവ്? അതിനുശേഷം അയാൾ ഒരു മൊബൈൽ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് വലിയൊരു തെളിവ് എന്തുണ്ടാ? ഇളയമ്മ സ്വന്തമായിട്ട് വാങ്ങിയതാവും. അല്ലെങ്കിൽ അയാള് വല്ല പഴയ മൊബൈൽ ചിലപ്പോ കൊടുത്തിണ്ടാവും. പ്രാഞ്ചിയെ, ഇത് ഇന്നലെയും തുടങ്ങിയതല്ലടാ. ഇതിന്റെ പേരിൽ ഞാൻ എന്തോരം അവളായിട്ട് വഴക്കൂടിയെന്നറിയോ? വഴിമുട്ടിയപ്പോഴാ ഞാൻ നിങ്ങളോട് ഇത് പറയാനേ. ഞാനിഞ്ഞ് എന്താ ചെയ്യണേ? ഇളയപ്പന ആദ്യം ഒന്ന് സമാധാനമായിട്ടിരുന്നുണ്ടേ. ഞങ്ങൾ ആദ്യം ഇളയപ്പനൊന്ന് കാണട്ടെ, എന്താ സംഭവിച്ചിരിക്കണേന്ന് അറിയാലോ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. സൂസേ, നീ ഇളയപ്പനൊന്നും വിളിച്ചേ. നാളെ കൊണ്ട് വരാൻ പറ. ഇളയപ്പം വല്ലതും കഴിച്ചാ? എന്തായാലും കഴിക്കാം. എന്നാ ചെന്ന് കഴിക്കേ. ഇളയമേനെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കട്ടെ. ചെല്ലങ്ങട്. ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഇളയപ്പൻ. ശരിക്കും അങ്ങനെ ഉണ്ടാവോ? ആലീസ് ചേച്ചി, ഇളയമ്മയ്ക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? എന്താണ് ഇളയമ്മ വിശേഷം? എന്തോന്ന് വിശേഷം? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചേ?
ഇങ്ങനെയല്ലല്ലോ സാധാരണ ചോദിക്കുമ്പോ പറയാറ്. ഇപ്പൊ എന്താണ് പാടില്ലേ? നിങ്ങൾ മനസ്സിൽ എന്താ വെച്ച് വർത്താനം പറയാന്ന് എനിക്കറിയാം. ശരി, എങ്കിൽ നേരെ കാര്യത്തിലേക്ക് വരാം. ഞങ്ങൾ ഈ കേട്ടതൊക്കെ ശരിയാണോ ഇളയമേ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ മുണ്ടാതിരിക്കണത്. അപ്പൊ ഞങ്ങൾ കേട്ടത് ശരിയാണല്ലോ ഇളയമ്മേ. ഇളയമ്മക്ക് ഇത് എന്തിന്റെ പ്രാന്താ? മുതിർന്നൊരു മകനില്ലേ നിങ്ങക്ക്? അവന്റെ ഭാവിയെങ്കിലും നോക്കണ്ട നിങ്ങള്. മാത്രല്ല ഇളയമ്മേ, കർത്താവ് പൊറുക്കണ കാര്യമാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഇളയപ്പന് ഉക്രു എന്ത് ചെയ്യും? മിണ്ടാതിരിക്കുന്ന കണ്ടില്ലേ? എന്താ ഇളയമ ഒന്ന് തെളിച്ച് പറ. ഇനി എന്തോന്ന് തെളിച്ചു പറയാൻ? ഇളയമ്മ ചെറുപ്പകാലത്ത് അങ്ങനെ നമുക്ക് വലിയവരോടൊക്കെ പ്രേമം തോന്നാ. അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പൊ പ്രായോത്രേ. മാത്രമല്ല ഭർത്താവും മോനും കൂടെ ഇല്ല ഇളയമ്മേ. നാട്ടുകാരറിഞ്ഞ എന്താവും എന്റെ ദൈവമേ. അപ്പൊ ഈ പ്രായത്തിലുള്ള ആണുങ്ങൾക്ക് പ്രേമിക്കാം അല്ലേ? സത്യം പറ ഇളയമേ, ഇളയപ്പന് വല്ല ചുറ്റുകളിയുണ്ടോ? അതിന്റെ വാശി തീർക്കാനാണോ ഇളയമ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് കിടക്കുന്നത്? എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? മര്യാദക്ക് ഞങ്ങളോട് എന്താ ഉണ്ടായെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചോദിക്കാൻ വരുന്നത് കുരുവേട്ടനും പ്രാഞ്ചായിരിക്കും പറഞ്ഞേക്കാം. അവരെന്താ എന്നെ മൂക്കി വലിച്ചു കയറ്റുവോ? ഒന്ന് പോടി അവിടുന്ന്. കണ്ട അപ്പൊ ഇളയമ രണ്ടും കൽപ്പിച്ച് തന്നെയല്ലേ? അയാൾ ഒരു നല്ല മനുഷ്യനാ. ആര് പട്ടാളക്കാരനാ? അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ? ഇല്ല, ഒറ്റത്തടിയാ. ഇഷ്ടംപോലെ സ്വത്തുണ്ട്. എന്ന് വെച്ച് നമ്മുടെ ഇളയപ്പനെ വിട്ടിട്ട്? ഇളയപ്പൻ എന്നെ വേണ്ടല്ലോ. മുഖത്ത് നോക്കിയൊന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് 30 വർഷമായി. എന്റെ ഇളയമ്മ പ്രേമിച്ച് നടക്കുമ്പോ നമ്മൾ ഐ ലവ് യുനോ ഐ ലൈക്കിനോ ഒക്കെ പറയും. എന്ന് വെച്ച് ജീവിതം തുടങ്ങുമ്പോ നമ്മൾ ജീവിതത്തിൽ ഉടനീളം അതൊക്കെ പറഞ്ഞോണ്ട് കിടക്കുവോ? എന്തേ പറഞ്ഞാല് എന്റെ ഏതെങ്കിലും ഒരു കാര്യം അയാൾ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാറുണ്ടോ? 2-3 ആത്മാക്കൾ മാത്രമുള്ള വീടിനെ വീടെന്ന് വിളിക്കാൻ പറ്റുമോ? പിന്നെ പട്ടാളക്കാരനല്ലേ എന്നോട് എപ്പോഴായി ലവ് എന്ന് പറഞ്ഞു നടക്കണ? പിന്നെ ദിവസത്തിൽ 40 പ്രാവശ്യമെങ്കിലും പറയും. ഉറക്കത്തിലും ഉണർവിലും ഒക്കെ എന്നെ പറ്റി മാത്രമേ പറയൂ. എന്റെ കർത്താവേ, എന്റെ ഇളയമ്മ ഇങ്ങനെയൊക്കെ പാടുണ്ടോ? സാഹചര്യമാടി ഒരു സ്ത്രീയെ വഴിതെറ്റിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ള കുടുംബമായിരുന്നെങ്കിലേ ഞാനിങ്ങനെ ചിന്തിക്കൂടെ ഇല്ലായിരുന്നു, അറിയോ? ഇനിയിപ്പൊ എന്താണ് പ്ലാൻ? ഒളിച്ചോടി പോവാൻ. നിങ്ങൾ അനുഗ്രഹിച്ചില്ലെങ്കിലും ശപിക്കാതിരുന്നാ മതി. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണത്? ചെറിയ കുട്ടിയൊന്നല്ലോ ഗുണദോഷിക്കാൻ. തറവാട്ടിനെ മാനക്കേടുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചാ പിന്നെ എന്തൊട്ട് ചെയ്യാ? നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു തീരുമാനം പറയേ. അതിനെങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്? ഇളയമ്മല്ലേ? ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പ്രായത്തെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. നിങ്ങളെക്കാളും ഒരു കുറച്ച് വർഷം മുമ്പ് ജനിച്ചു പോയത് എന്റെ തെറ്റൊന്നും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കാലായി, ഇത്ര വലിയൊരു മോനില്ലേ? നിങ്ങൾക്ക് അങ്ങനെ വല്ലവരും പ്രേമിക്കണം എന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെയോ കല്യാണത്തിന് മുമ്പോ ആവാർന്നില്ലേ? അതെ. അപ്പോഴൊക്കെ നിങ്ങളുടെ ഇളയപ്പൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഇഷ്ടമല്ലെന്ന് ആരാളയമ്മ നിങ്ങളോട് പറഞ്ഞേ? ആരും പറയാതെ തന്നെ എനിക്കറിയാം. എന്റെ ഇളയമ്മ ഈ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ സാധനം ചിലരുടെ മനസ്സിലുണ്ടാവുക, മറ്റു ചിലർക്ക് അത് പ്രകടിപ്പിക്കാനും അറിയില്ല. എന്ന് വെച്ച് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? 2 കുഞ്ഞുങ്ങൾ വളർന്നു തന്നെ വീടാണിത്. അവരിതൊക്കെ കണ്ടല്ലേ പഠിക്കണത്. ആ വിചാരം ഉണ്ടാളെ എമ്മക്ക്. ഞങ്ങൾക്ക് മാതൃകാവേണ്ട ആൾക്കാരാ ഈ വകത്തെ മടിത്തരം കാണിക്കുന്നത്. ഏളാപ്പിനും വല്ല റെയിലുമേ പോയി കയറിയാലോ? അപ്പൊ നിങ്ങക്ക് സമ്മാനം കിട്ടുമോ? ഞാൻ പോയ ഇളയപ്പനെ നിങ്ങൾ വേറെ കെട്ടിച്ചു വിട്ടോടാ. അതെ, ഏളായ്മ ഞാൻ നോക്കില്ല കേട്ടാ. എന്തേ കാണിക്കണ? ഇങ്ങനെ ഒരു നാണക്കേടിന്റെ ജീവിതത്തിൽ ഉണ്ടാവും ഞാൻ സ്വപ്നത്ത് പോലും കരുതിയിട്ടില്ല. അയ്യേ നാണക്കേട്. വേണ്ട കുരുവിയേട്ടാ, നിങ്ങൾ നോക്കിക്കോ, ഏലമ്മയുടെ സ്വഭാവം ഒക്കെ നന്നാവും. ഏലമ്മ നല്ല കുട്ടിയാവും. നേരാണ്. ഇപ്പൊ സംഗതിയുടെ കിടപ്പ് ഇളമയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ? ചെയ്യണത് തെറ്റാണെന്നൊരു ബോധ്യം ഇളമയ്ക്ക് വന്നിട്ടുണ്ട്. ഉണ്ടോ? ആ, അങ്ങനെ ബോധ്യം ഉണ്ടായാൽ നല്ലത്. എന്താണ്? ചില മനുഷ്യർ അങ്ങനെയാ. എപ്പോഴും സ്നേഹവും സിമ്പതിയും അവർക്ക് കിട്ടണം. അത് കിട്ടാതെ വരുമ്പോഴാണ് അവർ ഇതുപോലെ മറ്റുള്ളവരോട് തട്ടിക്കയറാൻ വരുന്നത്. സാറെന്തിനാ സാർ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോകണം? ഞാൻ അവരുടെ വീട്ടിൽ പാല് വാങ്ങാൻ പോയപ്പോഴാണ് അവരായിട്ട് പരിചയപ്പെടുന്നത്. പണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. അവിടെ നിങ്ങോട്ട് പലപ്പോഴും അവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. നിങ്ങൾ കരുതുന്ന പോലെ ഞാനൊരു ജാരനൊന്നുമല്ല. മറ്റൊരാളുടെ ഭാര്യയോട് ശരിയാണ്, ഞാൻ അവരെ നല്ലത് പറഞ്ഞ് ഉപദേശിക്കാറുണ്ട്. പക്ഷെ അവർക്ക് ലഭിക്കാതെ പോയ സ്നേഹം എന്നിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ള തോന്നലായിരിക്കാം അവർക്ക് എന്നോട് ഇതൊക്കെ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. സാറിന് അവരോട് പ്രണയമൊന്നുമില്ലേ? എന്താ പ്രാഞ്ചിത് ഈ പ്രായത്തിലിന്? ഒരു വിവാഹം കഴിക്കണമെങ്കിൽ എനിക്ക് എന്നേ ആകാമായിരുന്നു. എനിക്കതിലല്ല താല്പര്യം.
ഹൃദയം നുറങ്ങിയവർക്ക് സാന്ത്വനം നൽകുക. എന്നാ സാറ് കാരണം ഹൃദയം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതാരാ? ഞങ്ങളുടെ ഇളയപ്പൻ. ഞാൻ വിളിക്കട്ടെ? തീർച്ചയായും പ്രാഞ്ചി വിളിക്കേ. ഇളയപ്പാ ഒന്നിട്ട് വാ. ഞാൻ പൗലോസ്. ആ അറിയാം. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലെ യാതൊരു സംഭവവും ഞങ്ങൾ തമ്മിലില്ല. സാറ് വലിയ മാന്യനെ പോലെ സംസാരിക്കൊന്നും വേണ്ട. ഞാൻ ഈ ക്ഷമിച്ച് നിൽക്കണതേ എനിക്ക് ആണത്തില്ലാണ്ടൊന്നല്ല കേട്ടാ. നിങ്ങളുടെ ഭാര്യ സ്നേഹം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെല്ലപ്പേരാ വിളിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. അമർത്തി വെച്ച സ്പ്രിങ് ബാഹ്യമായി നോക്കുമ്പോൾ അത് നിശ്ചലമാണ്. സമ്മർദ്ദം മാറ്റിയാൽ അത് വികസിക്കും. അതുപോലെയാണ് മനുഷ്യ മനസ്സ്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. അതൊന്നും നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണ്ട. ഇളയപ്പാ ഞാൻ നിങ്ങളുടെ സ്വസ്ഥ കളയാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല, പോരെ? പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, വിവാഹത്തിന് മുന്നേ മാത്രം പ്രണയിച്ചാൽ പോരാ, മരിക്കുന്നത് വരെ അത് തുടരണം. എന്നാലേ ജീവിതം ഭംഗിയാവുള്ളൂ. എന്നാ ശരി, ഞാൻ പോട്ടെ പ്രാഞ്ചി. ഇയാളാ എൻ്റെ ബ്രാഞ്ചെ പ്രേമനസീറ? അങ്ങേര് പറഞ്ഞാലും കാര്യണ്ടല്ലേപ്പാ. എന്തുകൂട്ടി കാര്യമില്ലെന്നാ നീ പറയണേ? അതെ, ഇളയമ്മയ്ക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടിയ എല്ലാം ശരിയാവും. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റോ? എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. ഇത്രയ്ക്കൊക്കെ ആയില്ലടേ. എത്രക്കായിന്ന്? ഇളയപ്പനെ ഇളയമേനും കൂട്ടിട്ട് എങ്ങോട്ടും ഒന്ന് ടൂറാ പോയേ? കാശ് ഞാൻ ഇറക്കാം. നീ തേങ്ങാരം മൂട് തരും. ഈ ഞായറാഴ്ച ഇളയപ്പ ഇളയമേനും കൂട്ടിട്ട് ഊട്ടിക്കേ പോണു. വണ്ടിയൊക്കെ ഞാൻ ഏർപ്പാടാക്കാം. ഓക്കെ? അവള് വരുമോ? വന്നിരിക്കും. ഉറപ്പാ? ആ. കൊച്ചു ത്രേസ്യ, നീ എന്തുകൊണ്ട് ആലോചിക്കണേ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. നിങ്ങൾക്കൊന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് വരാൻ ഓ, പാടില്ല. പട്ടാളക്കാരന് ശബ്ദമില്ലാണ്ട് വരാം. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഞാൻ പറയണതൊന്ന് കേക്ക്. പ്രാഞ്ചിയും കുരിയും പറഞ്ഞിട്ട് നിന്നോട് നല്ലൊരു വർത്താനം പറയാന്ന് വെച്ചിട്ടാ വന്നേ. എന്നോട് നല്ലത് പറയണമെങ്കിൽ അവരുടെ ഉപദേശം വേണമല്ലേ? എന്റെ കൊച്ചു ത്രേസ്യ പുണ്യാളത്തി, നിന്റെ നാവൊന്ന് അടക്കടി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ലേ പരാതി? ഇന്നോടത് തീർന്നു. നീ നടന്നേ, വീട്ടിലേക്ക് പോവാ. വായോ. അങ്ങനെ എന്നെ ആരും ഒന്നും ബോധ്യപ്പെടുത്തണ്ട. വാടി. നിങ്ങൾക്ക് ഈ ജന്മം എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിന്റെ പട്ടാൾക്കാരനെ ഇന്നലെ ഞാൻ കണ്ടു. എന്നിട്ട് എന്തൊരു ഉൾക്കണ്ട അവളുടെ. നിന്നെ അയാൾക്ക് കെട്ടിച്ചു തരുമെന്ന് ചോദിച്ചു. പിന്നെ അയാൾ അത്തരക്കാരനൊന്നുമല്ല. നമ്മൾ തമ്മിൽ അകലാതിരിക്കാനായി ആ സാർ എന്തോരം ഉപദേശം പറഞ്ഞതെന്നറിയോ? പിന്നെ ഈ നാട്ടിലൊക്കെ പറഞ്ഞു നടക്കുന്നതാ നീ അയാൾ പ്രേമാണെന്ന്. അത് പിന്നെ നിങ്ങൾ കുറച്ച് അനുഭവിക്കട്ടെ എന്ന് കരുതി തന്നെയാ പറഞ്ഞത്. എടി കുറുമ്പത്തി, നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാൻ. നിക്കടി അവിടെ. നീ പീട്ടി ഉഷേരാ നീത്തിയ. ആരവള് പിന്നെ അയ്യേ നീ എന്തിനാ കരയണേ? ഇങ്ങനെ സ്നേഹമുള്ള ഒരു അപ്പനമ്മേനെ ആയും തന്നെ കിട്ടിയില്ലേ, ഞാനത്ര ഭാഗ്യവാനെന്ന് ഓർക്കായിരുന്നു. എടാ, ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാടാ, എപ്പോഴും ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് പ്രതീക്ഷിച്ച് കിട്ടണേനാണ് കൂടുതൽ സുഖം. ആ ദാ വരുന്നു. നീ പോരെ ഊട്ടിക്ക്. കാറിന് സിലിണ്ടറാ. ഞാനൊന്നുമില്ല നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുമ്പോവാൻ. നീ സ്വർഗത്തിലെ കട്ടുമ്പോ അപ്പൊ ഇവരാരടാ? ഞാനൊരു സന്തോഷം കൊണ്ട് പറഞ്ഞല്ലേ. അതെ, നല്ല തണുപ്പുണ്ടാവും ഊട്ടിയില് കേട്ടോ. എടാ, നിന്റെ പ്രായമല്ലേ നിങ്ങക്ക്? ആഹാ, അപ്പൊ പ്രായത്തെ കുറ്റം പറഞ്ഞല്ലേ ഇവറ്റകള്? അമ്മോ സോറി എന്റെ പൊന്നു കുമാരി ഇളയമ്മേ. ഈ കുമാരി അരുമേ, വെറുതെ ഒരു നല്ല യാത്ര കൊളാക്കണ്ട. അല്ല, ഈ പ്രാഞ്ചിത് എവിടെ പോയി കിടക്കുക? പ്രാഞ്ചേട്ടൻ വണ്ടി ഏർപ്പാടാക്കാൻ പോയിക്കുക. എടാ, അത് വിളിച്ചു പറഞ്ഞ പോരെ? ആ ശരി. പതുക്കെ. രണ്ടതിർത്തി സന്തോഷം നോക്കി. ഇളയപ്പൻ കലക്കിട്ടാ.
ഏയ്, എന്താ ഫ്രണ്ടിൽ ഇവിടെ ബാക്കിൽ കയറി വേണ്ട ഡാ കുക്കുവിനെ നോക്കിയോളൂട്ടാ വീട് അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം. കേറ്, കേറ്. വാ, കേറാം. എളപ്പാ ആ. അടിക്കുന്ന എടുത്തിട്ടാ ഇവളുള്ള എപ്പോഴാ ഈ ബാഗ് ഓർമ്മ വേണം. കുരിയുടെ ബാഗ് നോക്കി എല്ലാം പോകണ്ട മോനെ. എടുത്തിട്ടില്ലല്ലേ? ബാഗ് അവിടെ വെച്ചോ, അവിടെ വെച്ചോ. അത് അവിടെ വെച്ചാ മതി. ആ ശരി ശരി. പിന്നെ റൂം ഓക്കെ ഓക്കെ ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. ആ ഓക്കെ മോനെ, ടാറ്റാ. ഓക്കെ ഹാപ്പി ജേണി. ഓ ഈ വരട്ടാ. ഓക്കെ മച്ചി. ആ എന്റെ പൊന്നേ. ഇത്രേ ഉള്ള കാര്യം. ഈ സമയം വരെ വഴക്കും വക്കാണായിട്ട് ജീവിച്ചു. ഒന്ന് റിലാക്സ് ആവട്ടെ. കാലം കുറെ ഇവർ ഒരുമിച്ചൊരു യാത്ര പോയിട്ട്. പാവം. വാടാ, നീ എന്തിനാണ് വിഷമിച്ചിരിക്കണ? അവിടെ ഇപ്പൊ തണുപ്പാവില്ലടാ. ആ. ഇനിയിപ്പൊ ഇളയമ അറിയാണ്ട ഇളയപ്പം പോയിട്ട് രണ്ടെണ്ണം വീശു വന്നപ്പോ ഏയ് ഇളയമുണ്ടെങ്കിൽ ആൾക്ക് പേടിയാ. ആൾക്ക് ശ്വാസം മുട്ട് നടക്കുമെന്ന് എനിക്ക് പേടി. അതന്നെ. അപ്പനമ്മച്ചി വരുന്നുണ്ടല്ലോ. അതെന്താ പറ്റി? ശരിയാണല്ലോ. വരവത്ര പന്തിയല്ലല്ലോ. എന്തോ പ്രശ്നം ഉണ്ടെട്ടാ. എന്ത് പറ്റി? ആ എന്തോ ഉണ്ടായിണ്ട് കേട്ടോ. എന്തത്? എന്താ അമ്മച്ചി? എന്തേ? അമ്മച്ചി എന്താണ്? ഏയ്, എന്താടാ? അതെ, ഞാൻ ഇവളോട് പറഞ്ഞു നമ്മൾ ഊട്ടിക്കല്ലേ പോണേ, കാശിന്റെ കുറവുകൊണ്ട് നമുക്ക് ഒരു മുറി എടുത്താ പോരടേ എന്ന് ചോദിച്ചു. അത് തെറ്റാ? ഏയ് അതിലെന്തേറ്റ്? ഊട്ടിയൊക്കെ കണ്ട് അവിടുത്തെ പാർക്കും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോ ഞാനാ മുമ്പ് വരണേന്ന് വെച്ചാ ഒരു കുഴപ്പമില്ല. ഇല്ല. അവളാ വരണേന്ന് വെച്ചാ താക്കോല് ചവിട്ടിയുടെ അടിയിൽ വെക്കാൻ പറഞ്ഞു. അത് തെറ്റാ? അതായത് നിങ്ങള് വേറെ വേറെ പോയിട്ട് ഊട്ടി കണ്ടിട്ട് വരിക. അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ല. ഒരുമിച്ചായി അവിടെ തല്ലിന്റെ കളിന്റെ നമ്മൾ ഊട്ടിക്ക് പോണത് എന്തിനാ? എന്തിനാ? ഒരു സമാധാനവും ശാന്തിയും സന്തോഷമൊക്കെ കിട്ടാനല്ലടാ. ആ. ഇതിന് ഇവള് സമ്മതിക്കില്ലേ? ഈ കൊപ്പറമോറിനും കൊണ്ട് പോവാന്ന് വിചാരിച്ചത് അബുദായി. ഇല്ല, തെറ്റില്ല. ഇളയമ്മ ചെയ്തതിൽ തെറ്റില്ല. ഇളയപ്പാ കർത്താവേ, കീരിനെയും പാമ്പിനെയും വേണമെങ്കിൽ ഞാൻ ഇറക്കി തരാം. ഇതെനിക്ക് പറ്റില്ല കേട്ടാ.